ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 143:10. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ, എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത് നിരപ്പുള്ള വഴികളിലൂടെയാണ്. കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കുമ്പോൾ, ആത്മാവിൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഏത് പർവ്വതങ്ങളും ഏത് താഴ്വരയും ഏത് താഴ്ന്ന ഇടവും ഒരുപോലെ നിരപ്പുള്ള ഇടമായിട്ട് മാറും. അത് ആത്മാവ് നയിക്കുന്നതിന്റെ വ്യത്യാസം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഏറ്റെടുക്കുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതങ്ങൾ ദൈവത്തിന്റെ വഴികളായിട്ട് മാറുകയാണ്. ദൈവഹിതം നിറവേറ്റാൻ ദൈവവചനത്തിന്റെ വഴികളായിട്ട് അത് രൂപാന്തരപ്പെടുകയാണ്. ഈശോയുടെ തിരുവുദ്ധാനത്തിന് ശേഷം അവിടുത്തെ ആത്മാവ് നൽകുന്ന പുതിയൊരു പന്തക്കുസ്തയുടെ അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥനാപൂർവം നമ്മൾ ഒരുങ്ങുന്ന ഈ നാളുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് നിറയാനായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രതിസന്ധികൾ ഉടലെടുക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ ഒരുപക്ഷെ വിശ്വാസ മേഖലകളിൽ പോലും അസ്വസ്ഥത സൃഷ്ടിക്കപ്പെടാവുന്ന ഈ സാഹചര്യത്തിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ, പ്രാർത്ഥനയിൽ ശക്തിപ്പെടണമെങ്കിൽ, ആത്മീയതയിൽ ഒരു ആഴം കണ്ടെത്തണമെങ്കിൽ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളെ അവിടുത്തെ ഹിതമനുസരിച്ച് നയിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മളെല്ലാവരും നിറയപ്പെടാൻ, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെല്ലാവരും ശക്തി പ്രാപിക്കാനുള്ള തീക്ഷ്ണതയോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിച്ച് ആ വചനം ഫലദായകമാക്കി തീർക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് ആത്മാവാണ്. പരിശുദ്ധാത്മാവെ എൻ്റെ ഉള്ളിലേക്ക് നിറയണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായ ഒരു ചൈതന്യം എൻ്റെ ഉള്ളിൽ നിറയണം. കൈകളൊന്ന് കൂപ്പാം, കണ്ണുകളടച്ച് എല്ലാവരും തീക്ഷ്ണതയോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. ആത്മാവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവിൻ്റെ നവ്യമായൊരു അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ ഈ നിമിഷങ്ങളിൽ സംഭവിക്കും. 44:3 വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങി നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിങ്ങളുടെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും വർഷിക്കും എന്നരുളിച്ചത് കർത്താവ്. തലമുറകളിലേക്ക് അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി വർഷിക്കും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അഭിഷേകം പ്രാപിക്കും. ബോധ്യത്തോടെ നമ്മുടെ ജീവിതം മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ മാത്രമല്ല, നമ്മുടെ തലമുറകൾ വിശ്വാസത്തിൽ ആഴപ്പെടണം, വരും തലമുറകൾ വിശ്വാസത്തിൽ ശക്തിപ്പെടണം. ആഗ്രഹത്തോടെ നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെ, പ്രിയപ്പെട്ടവരെല്ലാം പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഒരുപക്ഷെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികൾ വിശ്വാസ ജീവിതത്തിൽ നകന്നു കഴിയുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ ആത്മീയ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ചൈതന്യം കണ്ടെത്താൻ സാധിക്കാതെ ജീവിക്കുന്നുണ്ടെങ്കിൽ, അവരുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച ആത്മാവിന്റെ അഭിഷേകവും ശക്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് നിറയാനുള്ള ആഗ്രഹത്തോടും തീക്ഷ്ണതയോടും കൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ 44:3 വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിങ്ങളുടെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവ്, നിങ്ങളുടെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ഓ കർത്താവേ, തലമുറകൾ നീണ്ടു നിൽക്കുന്ന വലിയ അഭിഷേകം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കാൻ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടാൻ ആത്മശക്തിയായി, അഭിഷേകമായി ഇപ്പോൾ അവിടുന്ന് വ്യാപരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുതിയൊരു പെന്തക്കോസ്തയുടെ അനുഭവം ഓരോ വ്യക്തികളിലും അവരുടെ കുടുംബങ്ങളിലും ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവിന്റെ വചനം കേട്ട് ഈ ശുശ്രൂഷകളിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളിലേക്കും ആത്മശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ശരീരം ഉണരട്ടെ, മനസ്സുണരട്ടെ, ഹൃദയം ഉണരട്ടെ, ആത്മാവ് ഉണരട്ടെ. ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അഭിഷേകം അനേക മക്കളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ജീവിക്കുന്നവനായ കർത്താവിനെ അവിടുത്തെ ആത്മാവിൽ നിറയാനുള്ള ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ആരാധിക്കട്ടെ. ആത്മസന്തോഷം കൊണ്ടെന്നെ നിറയ്ക്കണമേ, സ്വർഗശക്തിയാൽ ഇന്നെന്നെ നയിക്കണമേ. ആത്മസന്തോഷം കൊണ്ടെന്നെ നിറയ്ക്കണമേ, സ്വർഗശക്തിയാൽ ഇന്നെന്നെ നയിക്കണമേ. കൈകൾ ഉയർത്തിക്കൊട്ടി റുഹായി പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്കുസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റുഹായി പറന്നിറങ്ങണമേ, പുതിയൊരു ബന്ധക്കുസ്ത നൽകാൻ ഇറങ്ങി വന്നിടണേ. സ്വർഗത്തിന്റെ കാറ്റേ വീശണമേ, പരിശുദ്ധാത്മാവേ സാക്ഷിയായി മാറ്റണമേ. സ്വർഗത്തിന്റെ കാറ്റേ വീശണമേ,
സ്നേഹത്തിന്റെ സാക്ഷിയായി മാറ്റണമേ. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. അഭിഷേകം പ്രാപിക്കട്ടെ. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. പുതിയൊരു ബന്ധുക്രിസ്തു നൽകാൻ ഇറങ്ങി വന്നിടണേ. കൈകൾ താഴ്ത്തി വശങ്ങളിലേക്ക് കൈകൾ കൊട്ടി സന്തോഷത്തോടെ തീക്ഷ്ണതയോടെ ആത്മാവിൽ നിറയാനുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങൾക്കൊരു ശക്തി പകരട്ടെ. പരിശുദ്ധാത്മാവ് ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ ഉണർത്തട്ടെ. പരിശുദ്ധാത്മാവേ, സകലതും മറന്ന്, സങ്കടങ്ങൾ മറന്ന്, അസ്വസ്ഥകൾ മറന്ന്, വേദനകൾ മറന്ന്, മുറിവുകൾ മറന്ന്, തിരസ്കരണത്തിന്റെ നൊമ്പരങ്ങൾ മറന്ന് ആരാധിക്കാനൊരു അഭിഷേകം ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, മനസ്സിലേക്ക് പ്രദാനം ചെയ്യണമേ. ആത്മശക്തിയെ ആവസിക്കണമേ. യോർദാൻ നദിക്കരയിൽ ഇറങ്ങി വന്നതുപോ പെൺപ്രാവായി നീ വരി പറന്നിറങ്ങണമേ. യോർദാൻ നദിക്കരയിൽ ഇറങ്ങി വന്നതുപോ പെൺപ്രാവായി നീ വരി പറന്നിറങ്ങണമേ. പുതിയൊരു ജ്വലനം നൽകണമേ. നവമൊരു ഹൃദയം നൽകണമേ. ആത്മഫലങ്ങൾ നിറയ്ക്കണമേ. വരദാനങ്ങൾ ചൊരിയണമേ. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. പുതിയൊരു ബന്ധുക്രിസ്തു നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരിലേക്ക് ഇപ്പോൾ അവിടുന്ന് ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ വ്യാപരിക്കണം. ഓരോ ഹൃദയങ്ങളും, ഓരോ ശരീരങ്ങളും, ഓരോ മനസ്സുകളും ആത്മാവിൽ നിറയട്ടെ. ഹല്ലേലൂയ. കൈകൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എഴുതിപ്പിടിച്ച് ആത്മാവിന്റെ അഭിഷേകം നമ്മളിൽ എല്ലാവരിലും വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവരിലും കത്തിപ്പെടാനുള്ള ആഗ്രഹത്തോടെ, ലോകം മുഴുവൻ കത്തിപ്പെടാനുള്ള ആഗ്രഹത്തോടെ, ജീവിതത്തിൽ സങ്കടം അനുഭവിക്കുന്നവര്, ആത്മഹത്യ ചിന്തകളിൽ പെട്ടിരിക്കുന്നവര്, ജീവിതത്തിൽ നിരാശ ബാധിച്ചവര്, ദാരിദ്ര്യ ദുഃഖത്താൽ ക്ലേശിക്കുന്നവര്, രോഗപീഠകളാൽ വലിയുന്നവര്, സകലരിലേക്കും ആത്മാവിന്റെ അഗ്നിശക്തി കത്തിപ്പടരാൻ ആഗ്രഹത്തോടെ ഒരിക്കൽ കൂടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഉന്നത ശക്തിയായവനെ വ്യാപരിക്കണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. കൈകൾ കൂപ്പി കണ്ണുകളടച്ച് പുതിയൊരു ബന്ധുക്രിസ്തു നൽകാൻ ഇറങ്ങി വന്നിടണേ. ആത്മാവേ റൂഹായേ പറന്നിറങ്ങണമേ. പുതിയൊരു ബന്ധുക്രിസ്തു നൽകാൻ ഇറങ്ങി വന്നിടണേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഓരോ ജീവിതം, പുതിയൊരു ബന്ധുക്രിസ്തു നൽകാൻ ഓരോ ജീവിതങ്ങളും ആത്മാവിൽ ശക്തിപ്പെടട്ടെ, ആത്മാവിൽ നയിക്കപ്പെടട്ടെ, ആത്മശക്തിയാൽ പൂരിതമാകട്ടെ. പരിശുദ്ധമായ വചനം ശ്രവിക്കാൻ, വചനത്തിൽ ആഴപ്പെടാൻ ഞങ്ങൾ ഓരോരുത്തരും ശക്തിപ്പെടുന്നതിനായി അമ്മ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോസേപ്പേ, സകല വിശുദ്ധരെ മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കിരിക്കാം. ക്രൈസ്തവ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് വെല്ലുവിളികൾ ഉയരുന്ന, നമ്മുടെ ജീവിതത്തിന്റെ ഒരുപാട് തലങ്ങളിൽ പ്രതിസന്ധികളും അസ്വസ്ഥതകളും ഉടലെടുക്കുന്ന, ദൈവത്തിലുള്ള വിശ്വാസം സൂക്ഷിക്കുന്നത് വഴി മറ്റുള്ളവര് നമ്മളെ പരിഹസിക്കുന്ന, അപമാനിക്കുന്ന ഒരസ്വസ്ഥതയുടെ നാളുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഒരു പരിധിവരെ കോവിഡ് മഹാമാരി ലോകത്തിൽ നിന്ന് നീങ്ങിപ്പോയി എന്ന് ചിന്തിച്ചതായ നാളുകളിൽ അതിൻ്റെ 10 ഇരട്ടി ശക്തിയോടെ അത് ജനജീവിതത്തെ ദുസ്സഹമാക്കിക്കൊണ്ട് അതിനെ താണ്ഡവം നടത്തുന്ന ഒരു സങ്കടകാലത്ത് നമ്മൾ കടന്നു പോവുക. ഈ സങ്കടങ്ങളുടെ
നാളുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിക്കുന്ന പന്തക്കുസ്ത നമ്മളിലേക്ക് ഈ ദിനങ്ങളിൽ കടന്നു വരുന്നത്. ഈ പ്രതിസന്ധിയുടെ നാളുകളിലൊക്കെ അതിൻ്റെ എല്ലാ അസ്വസ്ഥതകളെ മറികടക്കുന്ന ആത്മാവിൻ്റെ ഒരു തീജ്വലനം നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിലേക്ക് സംഭവിക്കാനായിട്ടുള്ള അതീവ തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന നാളാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഒട്ടനവധി മക്കള് കഷ്ടതകള്, ഞെരുക്കങ്ങള്, രോഗപീഠകളുടെ, മഹാമാരികളുടെ താണ്ഡവത്തിൽ തളർന്നു പോകുന്ന ഒരു നാളില് വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് തീക്ഷ്ണതയുള്ള ദൈവമക്കള് അനേകർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി ആത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട നാളുകളാണിത്. പ്രിയപ്പെട്ടവരെ, ദൈവം അവിടുത്തെ ആത്മാവിനെ നമുക്ക് മുൻകൂട്ടി നൽകിയിരിക്കുകയാണെന്നും ആ ആത്മാവിൽ നമ്മൾ ഓരോരുത്തരും ജ്വലിക്കുകയാണ് ആവശ്യമുള്ളതെന്നും പൗലോസ്ലീഹ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നത് എഫെസോസ് ലേഖനത്തിന്റെ 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ്. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ മഹത്വം, ഒന്നുകൂടെ ശ്രദ്ധിക്കാം, അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ. എന്താണ് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം? അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശമാണ് പുത്രി പുത്രസ്ഥാനം. അപ്പൊ ആ പുത്രി പുത്ര സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത്, നഷ്ടപ്പെട്ടു പോയി. ലോകത്തിന്റെ വശ്യതകളിലും അതിന്റെ അരൂപിയുടെ സ്വാധീനങ്ങളിലും പെട്ട് നമ്മുടെ ജീവിതത്തിന്റെ പുത്രലബ്ധിയുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുത്ത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് മുൻകൂട്ടി ആദ്യ ഗഡുവായി, അച്ചാരമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്പന്നതയാണെന്ത്? പരിശുദ്ധാത്മാവ്. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്കെല്ലാവർക്കും മുൻപേ എന്ത് ലഭിച്ചിട്ടുണ്ട്? മറ്റൊരു വാക്കിൽ യേശുക്രിസ്തുവിന്റെ വാക്കുകളെ കടമെടുത്താൽ ലോക സൃഷ്ടിക്ക് മുമ്പേ നമുക്ക് ആത്മാവ് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ രൂപപ്പെടുമ്പോൾ ആത്മാവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ആത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതങ്ങളിലേക്ക് സമൃദ്ധമായിട്ട് നൽകപ്പെട്ടിട്ടുണ്ട്. അതേ ആത്മാവിന്റെ ശക്തിയാൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ ജ്വലിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ആത്മാവ് എന്തിനു നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവന്റെ സ്തുതിക്കും മഹത്വത്തിനും വേണ്ടി ജീവിക്കാനായിട്ട് നമുക്ക് മുൻകൂട്ടി അച്ചാരമായിട്ട് ദൈവത്തിന്റെ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പ് വഴി പരിശുദ്ധാത്മാവിനെ കിട്ടിയിരിക്കുകയാണ്. ഇത് കുറച്ചു പേർക്ക് മാത്രം ഇങ്ങനെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമല്ലെന്ന്, മറിച്ച് സകലർക്കും നൽകപ്പെട്ടിരിക്കുക. എന്നാൽ ഈ ആത്മാവിനെ ലോകത്തിന്റെ അരൂപിയിലുള്ള സ്വാധീനം കൊണ്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ആത്മാവിന്റെ ഒരു ജ്വലനം നമ്മളിൽ അസ്തമിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഈ ആത്മാവിന്റെ ജ്വലനം നമ്മളിൽ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഈ ആത്മാവിന്റെ ശക്തിയെ വീണ്ടെടുത്ത് ജ്വലിപ്പിക്കാനായിട്ട് നമുക്കുള്ള നാളുകളാണിത്. പൗലോസ് പറയാണ്, ഇത് ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കുന്ന നാം അവന്റെ സ്തുതിക്കും മഹത്വത്തിനും വേണ്ടി ജീവിക്കേണ്ടതിനാണ്. എന്താണ് അവന്റെ സ്തുതിയും മഹത്വവും? യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായം 14-ാം വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം. അപ്പൊ എന്താണ് മഹത്വം? കൃപയും സത്യവും നിറഞ്ഞ പിതാവിന്റെ ഏകജാതന്റെ മഹത്വം ആരിലൂടെ വെളിപ്പെട്ടു? അത് ഈശോ മിശിഹായിലൂടെ വെളിപ്പെട്ടു. അപ്പൊ പിതാവിന്റെ മഹത്വം മുഴുവൻ ഈശോ മിശിഹായിലൂടെ ഈ ലോകത്ത് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലേക്കുള്ള അവതാരം, ഈ ലോകത്തിലെ പരസ്യ ജീവിതം, ഈ ലോകത്തിൽ അവിടുന്ന് കടന്നുപോയ പീഡാസഹനം, കുരിശുമരണം, അതിനെ മറികടക്കുന്ന തിരുവുദ്ധാനത്തിന്റെ ശക്തി ഓരോന്നും വെളിപ്പെടുത്തിയത് എന്താ? പിതാവിന്റെ മഹത്വം. എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ഈശോ പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, വെളിപ്പെടുത്തിയത് മുഴുവൻ പിതാവിന്റെ മഹത്വം. അതുകൊണ്ടാണ് എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്നൊക്കെ ഈശോ പറഞ്ഞു വെക്കുക. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഈ കാലത്ത് ക്രിസ്ത്യാനി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. മറ്റ് മതസ്ഥരും നിരീശ്വര ചിന്തകരും യുക്തിവാദികളും ഒക്കെ വസിക്കുന്ന ഇടത്ത് അവരുടെ മധ്യയെ വസിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളെന്ന്.
എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളവർ? ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടുള്ളവർ, ആത്മാവിനെ അച്ചാരമായി മുൻകൂട്ടി നൽകി തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഈ ജീവിതങ്ങൾ അവർക്കിടയിൽ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുമാർ ജീവിക്കാനാണെന്ന്. അതാണ് അവിടുത്തെ മഹത്വം വിളിച്ചറിയിക്കുന്നതെന്ന്. മത്തായി സുവിശേഷത്തിന്റെ 5-ാം അധ്യായം 16-ാം വചനത്തിൽ അതാ ഈശോ പറഞ്ഞു വെക്കുക, മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തി കണ്ട് സ്വർഗസ്നായ പിതാവിനെ മഹത്വപ്പെടുത്തണം. ക്രിസ്ത്യാനി, നീ ജീവിതത്തിൽ ചിന്തിക്കേണ്ട കാര്യത. ഈ നാളുകളിൽ കർണാടകത്തിൽ ധ്യാനം നടത്തുന്ന അവസരത്തിൽ മദർ ഹോം ടീം അംഗങ്ങൾ താമസിച്ചിരുന്നത് വൃദ്ധരെ സംരക്ഷിക്കുന്ന ഭവനത്തിലാണ്. അവിടെ ഒരു 3 സന്യസ്തരുണ്ട്. അവിടെ ഏതാനും പ്രായമായ അമ്മമാരുണ്ട്. ആ കൂട്ടത്തിൽ ഈ നാളുകളിൽ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ള ശരീരത്തിന് വലിയ വൈകല്യമുള്ള, എന്ന് പറഞ്ഞാൽ നടക്കാൻ സാധിക്കാതെ ശരീരം ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുന്ന പോലെയുള്ള ഒരു മോളും ഉണ്ട്. ഞാൻ ഓർക്കാണ്, അവിടെ ഈ മക്കളെ നോക്കുന്ന ഒരു സന്യസ്ത, ഓരോ നിമിഷവും പ്രാർത്ഥനയുടെ ഒരു ചൈതന്യത്തോടെ കടന്നു പോകുന്ന ആ ഒരു സഹോദരി ഈ ശരീരം ഇങ്ങനെ വലിച്ചോണ്ട് നടക്കുന്ന ഒരു മോളെക്കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ ഓർക്കാണ്. അച്ഛാ, ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണിത്. നോക്കണേ, ഈ ഒരു മോളെ ഇങ്ങനെ കൊണ്ടു നടക്കണമെങ്കിൽ തന്നെ നല്ലൊരു പ്രയാസമുണ്ട്. എന്നിട്ട് ഈ മോളെ കുറിച്ച് പറയാണ്, ഇവള് ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. അച്ഛാ, ഇവള് വന്നേ പിന്നെ ഞങ്ങൾക്ക് അസുഖമൊന്നുമില്ല. അതെന്താ അത്? അവള് ഒരുപാട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛാ. കുർബാനയുള്ള സമയം മുഴുവനും ടിവിക്ക് മുമ്പിലിരുന്ന് അവള് കുർബാന കണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛാ. അച്ഛാ, അവളെ നോക്കുമ്പോ ഞങ്ങൾക്ക് രോഗമില്ല. കാരണം അവളെക്കാട്ടിനും ഇനി എന്താണ് ഞങ്ങൾക്ക് രോഗം വരാനുള്ളതെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് പലർക്കും ശരീരവേദനയും തലവേദനയും കാലുവേദനയും ഒക്കെ തോന്നുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾക്ക് വേദനയില്ല. ഇവളെ കാണുമ്പോ, ഇവളുടെ ശരീരത്തിന്റെ അവസ്ഥ കാണുമ്പോ ഞങ്ങളുടെ സങ്കടങ്ങളൊക്കെ മറന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് വെറുതെ പറയുക മാത്രമല്ല, പ്രവർത്തിക്കുകയാണ്. ആ ഇടവകയിലുള്ള ദൈവജനം ആ സിസ്റ്ററിനെ വിളിക്കുന്നതാണ് ജീവിച്ചിരിക്കുന്ന മദർ തെരേസ. പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വെച്ചത്, പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തില് ഒരുപക്ഷെ സന്യസ്ത പൗരോഹിത്യ ജീവിതങ്ങൾക്ക് അപമാനകരമായിട്ട് പലരും ജീവിക്കുന്നുണ്ട് എന്ന് നമ്മൾ മീഡിയയിലൂടെ മറ്റു കാര്യങ്ങളിലൂടെ സങ്കടത്തോടെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടങ്ങളില് യേശുക്രിസ്തുവിനെ പ്രതി അനേകരെ സ്നേഹിക്കാൻ, യേശുക്രിസ്തുവിനെ പ്രതി അനേകർക്ക് വേണ്ടി ജീവൻ ത്യജിക്കാനായിട്ട് മനസ്സുള്ള, തീഷ്ണതയുള്ള ഇതുപോലെയുള്ള സന്യസ്തരുണ്ടെന്ന് എന്താണ് അവർ പ്രതിഫലിപ്പിക്കുക? മറ്റൊന്നുമല്ല, ക്രിസ്തു ഞങ്ങളിൽ ജീവിക്കുന്നുണ്ടെന്ന്, ക്രിസ്തു ഞങ്ങളിലൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പ്രവർത്തികൾ വഴി ഇങ്ങനെ വെളിപ്പെടുക. ഇതെങ്ങനാ സാധ്യമാകുന്നത്? ഇത് സാധ്യമാകുന്നത് വേറൊന്നിലൂടെയല്ല കേട്ടോ, അച്ചാരമായിട്ട് നൽകപ്പെട്ടിട്ടുള്ള പരിശുദ്ധാത്മാവിലൂടെയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ ജീവിതങ്ങൾ ഇന്നിരുന്ന് ഈ വചനം കേൾക്കുമ്പോ ആഗ്രഹിക്കേണ്ടത് വേറൊന്നും അല്ലെന്ന്. എന്റെ ജീവിതത്തില് നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച യേശുക്രിസ്തുവിന്റെ ചൈതന്യത്തോടെ അനേകരിലേക്ക് നന്മ ചെയ്യാൻ ഉതകുന്ന ഒരു അഭിഷേകം ഉണരണമെന്ന്, ഒരു സത്പ്രവർത്തികളെ കൃപ ഉണരണമെന്ന്, എന്റെ ജീവിതം യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുന്ന രീതിയിൽ ജീവിക്കണമെന്ന്. അത് ഞാൻ വൈദികനായിക്കോട്ടെ, ഞാൻ സന്യസ്തയായിക്കോട്ടെ, ഞാനൊരു അൽമായ ശുശ്രൂഷകനായിക്കോട്ടെ, ഒരു സാധാരണ കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഒരു ഏകസ്വ ജീവിതം നയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, എന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കാനായിട്ട് എനിക്ക് പരിശുദ്ധാത്മാവ് വേണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഞാനും നമ്മളെല്ലാവരും തളർന്നു പോകുന്നെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിൻ്റെ ചിന്താഗതികൾ, നമ്മുടെ ജീവിതത്തിൽ ഈ യുക്തിയുടെ സ്വാധീനങ്ങൾ വല്ലാതെ കടന്നു പോകുമ്പോൾ ആത്മാവ് നമ്മളിൽ ഇങ്ങനെ നിർവീര്യമായി പോവുക. പിന്നെ ചിന്തിക്കാൻ പറ്റുന്നത് ലോകത്തിൻ്റെ അരൂപിയിലാണ്. ഒരുപക്ഷെ അത് പാപത്തിൻ്റെ അരൂപിയാകണമെന്നില്ല കേട്ടോ, മറിച്ച് എന്താണത്? അത് ലോകത്തിന്റെ യുക്തിചിന്തകളുടെ സ്വാധീനം വരുമ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ദൈവം അറിയാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്? ഈ ചോദ്യം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉയരുക. അതിന് കാരണം വേറൊന്നുമില്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളോലും അറിയാതെ മറച്ചു പിടിക്കുന്ന ഈ യുക്തിചിന്തകളുടെയും നിരീശ്വര ചിന്തകളുടെയും സ്വാധീനമുണ്ടെന്ന്. മറ്റൊരു തരത്തിൽ യഥാർത്ഥ ദൈവ സ്നേഹത്തിൽ നിന്നും, ദൈവാനുഭവത്തിൽ നിന്നും, സഹോദര സ്നേഹത്തിൽ നിന്നുമൊക്കെ നമ്മളെ മാറ്റി നിർത്തുന്ന എന്തൊക്കെയോ ഘടകങ്ങൾ നമ്മളോലും അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്ന്.
അതുകൊണ്ട് ആവശ്യമായത് നമ്മുടെ ഉള്ളിൽ നിർജീവമായിട്ട് പോയ പരിശുദ്ധാത്മാവിനെ ഒന്ന് ജ്വലിപ്പിച്ചെടുക്കുക. ഈ പന്തക്കുസ്തയ്ക്ക് സാധ്യമാകേണ്ടത് അതാണെന്ന്. അതാ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു വെച്ചത്. രോഗപീഠകൾ പെരുകുന്ന പ്രതിസന്ധികള് നമ്മുടെ ജീവിതങ്ങളെ ഉലയ്ക്കുമാറ് വലിയ സുനാമി പോലെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ വിഴുങ്ങുമാറ് വരുന്ന ഈ നാളുകളിൽ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ, യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഒരു വ്യക്തിക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ, അനേകരുടെ ജീവിതങ്ങളിലേക്ക് നന്മയായി സത്പ്രവർത്തിയായി കടന്നു ചെല്ലുന്ന ദൈവമഹത്വത്തിന്റെ ജീവിതം നയിക്കണമെങ്കിൽ ആത്മാവിനെ ജ്വലിപ്പിച്ചെടുക്കണം. പറയോ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെയുള്ള മറ്റൊരു സഹോദരി ഉണ്ട്. അതിങ്ങനെ മദ്യപാനികളായ വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ആ സിസ്റ്റർ എന്നോട് പറയും, എൻ്റെ അച്ഛാ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും കുറെ പേര് പിന്നെ കുടിക്കുവന്നേ, കുറെ പേര് ഈ മദ്യപാനം ഉപേക്ഷിക്കുന്നില്ലെന്ന്. സങ്കടമാണത്. പ്രിയപ്പെട്ടവരെ, മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വേർതിരിവില്ലാതെ സകലർക്കും വേണ്ടി പ്രവർത്തിക്കാനായിട്ട് തീക്ഷ്ണതയുള്ള ഒരു സഹോദരി. അവരുടെ ഇടയിലെ ഒരു സാഹോദര്യ സ്നേഹത്തിൻ്റെ പ്രകാശം ഇങ്ങനെ പരക്കുന്നത് ഞങ്ങളൊക്കെ അനുഭവിച്ചറിഞ്ഞൊരു സത്യമാണ്. നമ്മൾ ഓർക്കണേ, ഇതൊക്കെ എന്തിൻ്റെ പ്രതിഫലനാണ്? ഒരു വ്യക്തിയിൽ ക്രിസ്തു ജീവിക്കുന്നെന്ന്, ഒരു വ്യക്തിയെ ആത്മാവ് നയിക്കുന്നെന്ന്. ഇതല്ലേ ഇതിലൂടെയൊക്കെ നമ്മൾ തിരിച്ചറിയുന്ന സത്യം. നമ്മുടെ ജീവിതത്തിൽ ഇത് കേൾക്കുമ്പോൾ ഒരു കൊതി വേണം പ്രിയപ്പെട്ടവർ. എന്തിനു വേണ്ടിയിട്ട്? ആത്മാവ് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ നയിക്കണമെന്ന്, ഒത്തിരി പേർക്ക് അനുഗ്രഹമായിട്ട് മാറുന്ന ഒരു ജീവിതമായിട്ട് ഞാൻ മാറണമെന്ന്, എൻ്റെ ജീവിതത്തിൽ സാധിക്കുന്നിടത്തോളം സത്പ്രവർത്തികളാൽ ജീവിതത്തെ അലങ്കരിക്കണമെന്ന് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നിടത്തൊക്കെ ക്രിസ്തു ജീവിക്കുന്നുണ്ട്. അവിടെയാണ് ഉദ്ധിതനായ മിശിഹായുടെ സാന്നിധ്യത്തിന് അർത്ഥം ഉണ്ടാകുന്നത്. നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന്? അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റു. യുഗാന്തം വരെ എന്ന് കൂടെ ഉണ്ടാകുന്ന അരുളിച്ചതവൻ കൂടെ ഉണ്ട്. ആരുടെ കൂടെ? ഇങ്ങനെ കൃപയുടെ ജീവിതം നയിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഓരോ വ്യക്തികളിലും കുടുംബങ്ങളിലും അവനുണ്ടെന്ന്. ഞാൻ സത്പ്രവർത്തികൾ ചെയ്ത് ജീവിതത്തെ മുമ്പോട്ട് പോകുമ്പോ, എൻ്റെ ജീവിതത്തിലെ വാക്കുകൾ വഴി പ്രവർത്തികൾ വഴി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവനുണ്ട് കൂടെയെന്ന് ആർക്ക് വെളിപ്പെട്ട് കിട്ടും? നമുക്ക് മാത്രമല്ല, കണ്ടുമുട്ടുന്നവർക്കൊക്കെ. ഈശോയെ ബന്ധിക്കാൻ ചെന്നവർ വെറും കൈയോടെ തിരിച്ചു വന്നപ്പോൾ ഫരിസേയരും നിയമിച്ചവരും അവരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്: എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ ബന്ധിക്കാതെ വന്നത്? അവരെന്താ പറയുക? അവൻ സംസാരിക്കുന്ന പോലെ ആരും സംസാരിക്കുന്നില്ല. നോക്കണേ, അവൻ്റെ ജീവിതത്തിൻ്റെ ആധികാരികത എന്നുള്ളത് വാക്കിനോടും പ്രവർത്തികളോടും പുലർത്തുന്ന വിശ്വസ്തതയാണ്. അവനെ നയിച്ച ചൈതന്യം എന്താണ്? അതാണ് ലൂക്കാസ് വിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിലൊക്കെ നമ്മളൊന്ന് വായിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ ഒരു സുവിശേഷമായിട്ട് മാറാൻ എൻ്റെ ജീവിതത്തെ നയിക്കേണ്ട ശക്തി പരിശുദ്ധാത്മാവാണ്. ഈ ആത്മാവ് നമ്മുടെ എല്ലാ ജീവിതങ്ങളിലേക്ക് അച്ചാരമായി നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ ജ്വലിപ്പിക്കണ്ടേ? നമുക്ക് തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയാൽ നമ്മളെല്ലാവരും ജ്വലിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഈ നാളുകളിലൊക്കെ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഒരു തീ ഇല്ലാതെ പോയിട്ടുണ്ട്, ഒരു തീ കെട്ടുപോയിട്ടുണ്ട്. അതെന്ന് വീണ്ടെടുക്കണം പ്രിയപ്പെട്ടവരെ, ആഗ്രഹിക്കണം. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അതീവ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കേണ്ട ദിനങ്ങളാണ്. ദൈവശക്തിയാൽ നമ്മൾ പൂരിതരാകാനായിട്ട് ആഗ്രഹിക്കേണ്ട ദിവസങ്ങളാണ്. തീർച്ചയായിട്ടും ആത്മാവ് നമ്മളിൽ നിറയും. തീർച്ചയായിട്ടും ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. ഈ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം സ്വന്തമാക്കാം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്ന മനുഷ്യനായി അവതരിച്ച, അപ്പമായി തീർന്ന, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ ഈശോയെ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവനെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ആത്മാവിൻ്റെ ശക്തിയോടെ പരസ്യജീവിതം ആരംഭിച്ച് പാലസ്തീനയിൽ നന്മ മാത്രം ചെയ്ത് ചുറ്റി സഞ്ചരിച്ച് ഈ ലോകമെമ്പാടുമുള്ള സകല മനുഷ്യർക്കും വേണ്ടി, ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദാരുണമായ പീഡകൾ ഏറ്റുവാങ്ങി കുരിശിൽ പിടഞ്ഞു മരിച്ച് 3-ാം നാൾ ഉദ്ധാനം ചെയ്ത് കൂടെ വസിക്കുന്ന അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. കർത്താവേ,
ഞങ്ങളുടെ ജീവിതങ്ങൾ അതേ മഹത്വത്തെ സ്വന്തമാക്കിക്കൊണ്ട് പുത്രീപുത്ര സ്ഥാനത്തേക്ക് ഉയർത്തുവാൻ അച്ചാരമായി അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് ദൈവിക ദാനമായി നൽകിയ, അച്ചാരമായി നൽകിയ പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികൾ ഈ ലോകത്തിൽ നിർവഹിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പ്രാപ്തമാക്കണമേ. പരിശുദ്ധാത്മാവേ, സഹായകനായ ദൈവമേ, ശക്തിപ്പെടുത്തുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ ശക്തിയെ, ഈശോയുടെ വാഗ്ദാനമേ, ഞങ്ങളിൽ അവിടുന്ന് ആവസിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ ലോക ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും, ജീവിത പ്രതിസന്ധികളിലും, ജീവിതത്തിന്റെ നിരാശയുടെ ഇരുൾ വീണ താഴ്വരകളിലും, മരണത്തിന്റെ ഇരുൾ വീണ ജീവിത മേഖലകളിലും ദൈവിക പ്രകാശമായി അവിടുന്ന് ഞങ്ങളിലേക്ക് വ്യാപരിക്കാം. ആത്മാവിനെ തരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഓ ദൈവത്തിന്റെ ശക്തിയെ ഞങ്ങളിൽ അവിടുന്ന് ആവസിക്കണമേ. ഞങ്ങളുടെ ജീവിത സങ്കടങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ നിരാശയെ, ഞങ്ങളുടെ രോഗപീഠകളെ, ദുഃഖ ദുരന്തങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് സമ്മാനിക്കുന്ന എല്ലാ വേദനിക്കുന്ന കണ്ണീരുണങ്ങാത്ത അനുഭവങ്ങളെ അതിജീവിക്കാൻ ശക്തി തരാൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, പാവനാത്മാവേ, അവിടുന്നു ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ആത്മാവേ, ഓരോ മനസ്സുകളിലേക്കും പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ ജീവിതങ്ങളിലേക്കും ആത്മശക്തി നിറയട്ടെ. എല്ലാ ജീവിത സങ്കടങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ ജീവിത ഭാരങ്ങളും മാറിപ്പോകട്ടെ. മനസ്സിന്റെ അസ്വസ്ഥതകൾ ഓരോരുത്തരിൽ നീങ്ങിപ്പോകട്ടെ. എല്ലാ തരത്തിലുള്ള കുറ്റബോധവും നീങ്ങിപ്പോകട്ടെ. എല്ലാ തരത്തിലുള്ള മുറിപ്പടലിന്റെ തിരസ്കരണത്തിന്റെ വേദനകൾ മാറിപ്പോകട്ടെ. ജീവിതത്തിന്റെ ദുഃഖ ദുരന്ത ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ. ഓരോ തലങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇപ്പോൾ നിറയട്ടെ. ദൈവിക പ്രകാശം നിറയട്ടെ. ദൈവിക ജീവൻ നിറയട്ടെ. ആത്മീയ മന്ദത ബാധിച്ച്, മരവിച്ച് ബാധിച്ച എല്ലാ അനുഭവങ്ങളിലേക്കും ആത്മാവിന്റെ ശക്തി നിറയട്ടെ. ആത്മാവേ, 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 ആത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്ന സമയമാണ്. ആത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് പകർന്നു തരുന്ന വലിയ ശക്തിയുടെ ചൈതന്യം, പ്രകാശം വ്യാപരിക്കുന്ന സമയമാണ്. ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നിറയും, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, ദേശാന്തരങ്ങളിലേക്ക് നിറയും. വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. യേശുവേ, യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ ദൈവമക്കളിലേക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. അഭിഷേകമായി, സൗഖ്യമായി, സ്നേഹമായി, ചൈതന്യമായി മാറട്ടെ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.